നമ്മളെല്ലാരും എങ്ങോട്ടാ പോകുന്നത് സാറാ? ബാങ്ക്. പ്ലേ സ്ഥലമുണ്ടോ? അത് കാണാൻ പോവാണോ? ഓക്കെ. സാറൊക്കെ രാവിലെ എണീറ്റു. അന്ന പകുതി ഉറക്കത്തിലാന്ന് തോന്നുന്നു അല്ലേ? അതെ, 4:45 എണീറ്റു. ഓക്കെ. വീട്ടിൽ നിന്ന് 4:45 രാവിലെ ഇറങ്ങി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം അല്ലേ? ആദ്യം പോയിട്ട് നമുക്ക് ഡീസൽ അടിക്കുന്നു, പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മ എർത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ ആയിരുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ളത് ബീട്രൂട്ടും അതുപോലെ തന്നെ ഹൈഡ്രോണിക് ആസിഡുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനും ഹൈഡ്രോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് നല്ലൊന്ന് മോയ്സ്ചറൈസർ ചെയ്യാനും സഹായിക്കും. ഇതിൻ്റെ ടെക്സ്ചർ ഇതുപോലെയാണ് വരുന്നത്. നമുക്കിത് സ്കിന്നിലും നെക്കിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നമുക്ക് ഇത് തരുന്നത്. അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ആണ്. വൈറ്റ് കാസ്റ്റ് ഒന്നും നമ്മുടെ ഫേസിൽ വരുന്നില്ല. അത് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകും. അപ്പം ഇത് നമുക്കൊരു 3 to 4 hours വരെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് റീ അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ എല്ലാം തന്നെ റീ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു 50 ഗ്രാമിൻ്റെ ബോട്ടിലിൻ്റെ പ്രൈസ് വരുന്നത് 399 ആണ്. അതിന് വർത്ത് ആയിട്ടുള്ളതാണ് ഇത്. അതുപോലെ തന്നെ 2 year ആണ് നമുക്ക് ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് നമുക്ക് കിട്ടുന്നത്. SPF 50 വരുന്ന ഒരു സൺസ്ക്രീൻ ആണിത്. മെയ്ഡ് സേഫ് ആണ്. അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ് ഈ ഒരു ഹൈഡ്രാഫുൾ ബീട്രൂട്ട് സൺസ്ക്രീന്. അപ്പോൾ മമ്മ എർത്തിന്റെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജിനീസ് 2024 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും മമ്മ എർത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും. മമ്മ എർത്ത് നമ്മുടെ സജഷൻസ് അനുസരിച്ച് അവരുടെ പ്രോഡക്റ്റിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് പറയാവുന്നതാണ്. അങ്ങനെ ഒരു റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു ഷാമ്പു ആണ് ഒണിയൻ ഷാമ്പു എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മമ്മ എർത്തിന്റെ ആപ്പും ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പം റീസെൻ്റായിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് വഴി പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. മമ്മ എർത്ത് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക തുടങ്ങിയ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇപ്പം നമുക്ക് തൊട്ടടുത്തുള്ള സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് ശരവണാഭവൻ നമ്മൾ 7 മണിയായിട്ടോ. എണീറ്റ് വരുന്നേ ഉള്ളൂ. എല്ലാരും നല്ല ഉറക്കമായിരുന്നു. തന്നെ ഇതിനകത്ത് പോത്തോലെ നല്ല ഉറക്കം. ഞാനും ജോയി മാത്രം ഉറങ്ങിയില്ല. ജോ, ഇത് പാലക്കാട് തൃശ്ശൂരുള്ള ശരവണഭവനിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. അല്ല ചോക്കൂട്ടാ, ഞങ്ങൾ പോകാൻ നേരത്ത് ഏത് റെഡ് KL 356666 പാലാവണ്ടിയാണ് അല്ലേ? കമോൺ ഗായ്സ്, അന്ന മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വരുള്ളൂ. ഓ ഗായ്സ്, ഓ ഗായ്സ്, ഓ ഗായ്സ്, ഓ ഗായ്സ്. അന്നമോള് ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്ക്. അന്നമോള് ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നേ. അന്നമോക്ക് ഇത് കാണിക്കാൻ ഭയങ്കര മടിയാ. ജോനാ ഇരിക്കുന്നത്. അന്നമോൾ ഇഡലിയാണ് കഴിക്കുന്നത്. സാറ ഇഡലി. ഇഷ്ടമുള്ള കഴിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളതാണ് അവര് കഴിക്കുന്നത്. ഷാറ എന്നാ വന്നെ? ഷാരക്ക് ഇഡലിയാണല്ലോ. 2-3 ചട്നി. ആദ്യം മഴയാണോ കൊച്ചെടുത്ത്? എങ്ങനെയുണ്ട്? നീ ഏതിനാണ് ബുക്ക് ചെയ്തത്? അതിനല്ല എരിവ് കൂടിയത്. ഇതിനെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലാക്കണം നീ ഒന്നും കഴിക്കുന്നില്ല. അന്നേം ഇഡലി, സെറ്റുകളെല്ലാം ഇഡലി അല്ല തന്നെ. ഇഡലി ടീംസാണ്. സൂപ്പറാണ്. വീട്ടിൽ ഇഡലിയാണ് എന്നാണോ നല്ലത്?
ബാംഗ്ലൂർ വേറെ ഐറ്റം കിട്ടും. മസാല പ്ലെയിൻ പൊട്ടിപ്പോയല്ലോ. ഇവിടെ ഷാരച്ചി കഴിക്കുന്നുണ്ടോ? ഞാൻ മസാല ദോശ വല്ലപ്പോഴും അല്ല കഴിക്കുന്നത്. സേലം എത്താറാകുകയാണ് മക്കളെ. ഓ സേലം കഴിഞ്ഞിട്ടാ ബാംഗ്ലൂര്. ഇതെന്താ പതിപ്പ കേട്ടാ? അതായത് വെളിയിൽ നല്ല ചൂടാ, 34 ഡിഗ്രി ഉണ്ട്. പക്ഷെ വണ്ടിക്കകത്ത് ഭയങ്കര തണുപ്പാ. അതുകൊണ്ട് അന്നമോള് എന്താ പറഞ്ഞ സ്വെറ്റർ ഒക്കെ ഇട്ടോ, ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ടോ. എന്താണ് പഴുതാരല്ല? അതെ. അന്ന കൊറേ നേരം ഉറക്കമായിരുന്നു. രാവിലെ എന്നെ മൂഡ് ഔട്ട് ആയിരുന്നു. അന്ന ഇപ്പഴാണ് ഓണായത്. അതെ അതെ അതെ. എന്നാ പറ്റിയോ അന്നക്ക് രാവിലെ ട്രാവൽ ചെയ്യുന്നൊന്നും വലിയ ഇഷ്ടമില്ല. നോക്കണോ സാറുടെ പാട്ട് കാണണം. കരിക്കാലി കളിച്ചോ സാറേ? ആ പാട്. ഓ ചെവി. ഓ പറ. ആ തുരുവാളിലെത്തും. ലുലുമാളില്ല, തുരുവാള്. എന്നിട്ട് ഞങ്ങള് കരിക്കും വെള്ളം കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുക. എങ്ങനെയുണ്ട് എന്നാ? മധുരം ഉണ്ടോ? സൂപ്പറാണോ? ഇവര് ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിൽക്കുക. കരിക്കുവെള്ളം എങ്ങനെയുണ്ട്? പോയവൻ അടിപൊളി. ഷാരക്കൊന്നും കിട്ടിയില്ല. ഷാര നല്ല വെയില്, ഭയങ്കര വെയില്, പറഞ്ഞാൽ പൊള്ളുന്ന വെയില്. പിന്നെ ഇന്നലെ അവിടെ മഴ പെയ്യുന്നു. മഴ പെയ്തല്ലേ? അമ്മക്ക് പിടിച്ചത്. എല്ലാരും എണീറ്റോ? ഇന്ന് സിസ്റ്ററിനോട് തിരക്കുറവുണ്ടല്ലേ? നീ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ശരി. ഒരു BMW ചാർജ് ചെയ്യുന്നുണ്ടോ? നമുക്ക് മുമ്പേ വന്ന പറന്നു പോയത് വണ്ടി. നമുക്ക് KFC കയറാം അല്ലേ? KFC. ഓക്കെ, ആരുമില്ല. എന്താ ഓർഡർ ചെയ്ത? എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇന്നത്തെ ഒരു കാര്യമുണ്ട്. ഇന്നത്തെ 12:55 കൂടി പോയാൽ നമുക്കൊരു ഫ്രീ ചിക്കൻ ലെഗ് പീസ് കിട്ടും. പക്ഷെ നിങ്ങൾ സമയം നോക്കും. ഫ്രീ ലെഗ് പീസ് കിട്ടുമോ? എന്താ ഓർഡർ ചെയ്തെന്ന് വല്ല അറിവുണ്ടോ? അപ്പുറത്തെ ശരവണ ഭവന. ഇനി അതിലൂടെ പോകുന്ന ശരവണ ഭവൻ. ഇത് സേലമാണ്. എന്താണ് വാങ്ങിച്ചത്? ഫ്രഞ്ച് ഫ്രൈസ്, പെപ്സി, അതൊക്കെയാണ്. എല്ലാം ഉണ്ട്. വിശന്നിരിക്കുമായിരുന്നു എല്ലാവരും. ഓക്കെ, അറ്റാക്ക് ചെയ്തോളൂ. എന്തിനേ വണ്ടിയൊന്നും തുറക്കാൻ പറ്റുന്നില്ലേ? ആരാ ദേഹത്ത് കൊക്കക്കോള ഒക്കെ വീഴ്ചെന്ന് പറയുന്ന കേട്ടില്ല. ആരാണ് വീഴ്ച? നീയാണോ വീഴ്ച? പപ്പയാണോ വീഴ്ച? എന്താണ് അവൻ പറഞ്ഞു? കൊക്കക്കോള പപ്പയാ വീഴ്ചത്. കൊക്കക്കോള എന്റെ വേണ്ട മൊത്തമായി. ഇവിടെ എല്ലാം ഫ്രീസായി പോയി. എന്താ സാർ അത്? അതെന്താന്ന് പറയാം? പേടാ. എല്ലാവർക്കും കൊടുക്ക. അന്നയ്ക്ക് കൊടുക്ക. അന്നയ്ക്ക് വലിയ ഇഷ്ടമായിട്ട് വേണം.
സാരക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാ അല്ലേ സാര? പേട വേണോ? പേട വേണ്ട, ഒന്നും ഐസൈന്റെ ക്ഷീണം വരെ മാറിയിട്ടില്ല. തന്നെ വീഴ്ചല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവരെന്നെ പറ്റിച്ചു. ആ പെപ്സിക്ക് നമ്മള് വല്ല വീഴ്ചയിരുന്നെങ്കിലും എന്നെ മോളെ. എല്ലായിടത്തും ഉണ്ട്. അവര് അടപ്പ് വെച്ചില്ല. എന്റെ കൈ തട്ടി പെപ്സി മൊത്തം മടിയിലോട്ട്. ഇത്രയും ഭാഗം ഫ്രീസ് ആയി. അത് പെപ്സി വീണ് കഴിഞ്ഞിട്ട് അടുപ്പ് വന്ന. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ഒരു ചെറിയ മരവിപ്പ് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ചൂടല്ലേ, അതുകൊണ്ട് ഇച്ചിരി തണുത്തത്. നമ്മൾ മടിവാള എത്തി. മടിവാളല്ലടാ, മടിപ്പാള. ബാംഗ്ലൂർ മഴകാലയിലെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഹോട്ടലിലോട്ട് ഒരു അരമണിക്കൂർ. അതെ അതെ. അല്ലാണ്ട് നീ എന്ത് വിചാരിച്ചു ബാംഗ്ലൂരിനെ പറ്റി? കണ്ടേ ചെയ്യണോ? മടിവാള അണ്ടർപാസ്. സോ ഇതാണ് നമ്മളുടെ റൂം. എന്താണ്, ക്ലബ് റൂം പോലെ. ക്ലബ് റൂം അല്ലല്ലോ, നമ്മളിങ്ങനെ അങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ബുക്ക് ചെയ്തപ്പോണ്ടല്ലോ, ഞാൻ അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തപ്പോ ഞാൻ സത്യം പറഞ്ഞ 2 അഡൽസിനും 2 കിഡ്സിനുമാണ് ബുക്ക് ചെയ്തത്. അത് ഓഫർ പ്രൈസ് ആയിരുന്നു. പക്ഷെ എന്നാ ചെയ്യാം, ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു അഡൽട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇവർക്ക് പിന്നെ പൈസ ഞാൻ കൊടുക്കേണ്ടി വന്നു. ഇവിടെ നമുക്ക് സോഫയുണ്ട്, ഒരു മിററുണ്ട്. വലിയ റൂമാണ് അല്ലേ സാറ? എന്റെ മുന്നിൽ വെച്ച ബുക്ക് ചെയ്ത് അപ്പോഴേ ഈ ഓപ്ഷൻ വരത്തുള്ളൂ. 2 അടിച്ചു കൊടുക്കേണ്ട ഓപ്ഷൻ വരത്തില്ല. പക്ഷെ ഒരാളാണ് ഞങ്ങളൊക്കെ ഞാൻ പുറത്ത് കിടക്കേണ്ടി വന്നു. നമ്മളെ ഒന്നും കൂട്ടിയില്ല അല്ലേ ഞാൻ? ഓക്കെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അത് നമുക്ക് പിന്നെ ഇത് അല്ലെങ്കിൽ ഇത് കുറെ ലെങ്ത് ആയിപ്പോ. ഓക്കെ, നാളെ ആട്ടോ. അതെ, നാളെ എടുക്കാം കേട്ടോ. ബാക്കി ഇഷ്ടപ്പെട്ട റൂം ഇഷ്ടമായോ? നല്ല സ്പേസ് ഉണ്ട് അല്ലേ, സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. ഓക്കെ, അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഇതിന്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള വ്ളോഗ്സ് കാണിക്കാം അല്ലേ? ഒരു ബൈ പറഞ്ഞേരം എല്ലാവർക്കും. പിന്നെ ഇത് നന്നായിട്ട് ഒരു 1 മില്യൺ ആക്കിയിരിക്കണം. ഷെയർ, ബൈ.